ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം. അപ്പോൾ ഞാൻ വീഡിയോ കേട്ടിട്ട് കുറേ ദിവസമായില്ലേ. അതെന്താന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങളായിട്ട് ബിസിയായി, പിന്നെ മടിയായിട്ടോ. അതാണ് നമ്മളെ വീഡിയോ ഒക്കെ വൈകിയത്. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് റിതമോളെ സ്കൂൾക്കാട്ടോ. ഞാനും ഇളയച്ചനും കൂടി ആട്ടോ പോണത്. അപ്പം എൻ്റെ ഇളയച്ചി ചുങ്കത്തര ആയതുകൊണ്ട് ഓള് വിളിച്ച് പറഞ്ഞതാട്ടോ എന്നോട് ഇളയച്ചൻ്റെ ഒപ്പം പോയി കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി. കുട്ടീനെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ രാവിലെ ഓളെ മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞ് റിതമോൾക്ക് പല്ലുവേദനയായിട്ട് കരയാണ്, അപ്പോൾ ആരെങ്കിലും വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാനും ഇളച്ചനും കൂടി അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മളെ വീട്ടിൽ ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ട് ഈ പല്ലുവേദന. റിതമോൾക്കും ഐനൂസിനും എനിക്കും ഇളച്ചന്മാർക്കും ഹസ്ബൻഡിനും അങ്ങനെ ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ പല്ലുവേദനയാണ് നമ്മളെ വീട്ടിൽ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ റോഡ് സൈഡിൽ പൈപ്പ് ഇടുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിതമോൾ സ്കൂൾക്ക് എത്തിയിട്ടുള്ളേനി കേട്ടോ. അതായത് ഒരു 10 മണി 10:15 ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പത്തിന് ടീച്ചർ വിളിച്ചതാണ്, റിതമോൾക്ക് പല്ലുവേദനയാണ്, അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ ടീച്ചർ. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അവളെ സ്കൂൾക്ക്. ഞെട്ടിക്കുളത്താട്ടോ. ഞെട്ടിക്കുളം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുളത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ അവളെ സ്കൂളായിട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്കൂള് CHSS ആട്ടോ, പോത്തുകല്ലാണ്. അപ്പോൾ ഈ സ്കൂളിലാണ് എൻ്റെ ഹസ്ബൻഡും ഇളയച്ചന്മാരും പിന്നെ താത്തയും എൻ്റെ ഇളയച്ചിയും, അതായത് വലിയ ഇളയച്ചി പഠിച്ചതും ഈ സ്കൂളിലാണ്. അപ്പോൾ താത്താനി ഇളയച്ചിന് ഈ പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് കെട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനും എൻ്റെ ചെറിയ ഇളച്ചിയും കൂടി കുറച്ച് അപ്പുറം മാറി വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും ആയിപ്പോയിട്ടോ. അതാണ് ഞങ്ങൾ വേറെ സ്കൂളിലായത്. ബാക്കിയുള്ളവരും എല്ലാവരും ഈ സ്കൂളിൽ തന്നെ കേട്ടോ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ റിതമോളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റിതമോളെ സ്കൂള്, JBPS. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തിന് റിതമോള് പോരാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ അവരുടെ ഓഫീസിൽ ഒരു പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് കുട്ടീനെ കൊണ്ടുപോകണത്, കുട്ടീൻ്റെ ആരാണ് കുട്ടീനെ വന്ന് കൊണ്ടുപോകണത്, പിന്നെ എന്താണ് കുട്ടിക്ക് കൊണ്ടുപോകാൻ കാരണം എന്താണ്, അങ്ങനത്തെ കുറച്ച് ഡേറ്റും ടൈമൊക്കെ നമ്മൾ എഴുതി വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ റിതമോളെയും കൊണ്ട് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങൾ പോരുക കേട്ടോ, തിരിച്ച് വീട്ടിലേക്ക് പോരുക. വേദനയും കൊണ്ടായിരിക്കാം റിതമോളൊന്നും സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത്. അത് പിന്നെ കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ തന്നെ അവരങ്ങനെയാണല്ലോ ഇരിക്കൽ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ്. കുട്ടികൾ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങാറാണ്. എന്തായാലും ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. എന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ അവൾ അത്ര കഴിച്ചൊന്നുമില്ല കേട്ടോ. പല്ലുവേദന കൊണ്ടായിരിക്കും ഫുഡൊന്നും അധികം കഴിച്ചില്ല. അപ്പോൾ റിതമോളെ പല്ലുവേദനയുടെ മരുന്ന് അവിടെ ഉണ്ടോയെന്ന് ഞാൻ നോക്കിട്ടോ. പക്ഷേ അവളെ മരുന്ന് കഴിഞ്ഞിരുന്നു കേട്ടോ. എന്നെ ഇളച്ചിക്ക് വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അയിനുട്ടിൻ്റെ മരുന്ന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, പല്ലുവേദനക്ക് വാങ്ങിയ മരുന്ന്. അപ്പോൾ ഞാൻ കുറച്ച് അതൊക്കെ കൊടുത്തു കേട്ടോ. അതേപോലെ തന്നെ റിതമോൾ അനിയനും ആദ്യക്കുട്ടനും പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനും കുറച്ച് പനീൻ്റെ മരുന്ന് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോത്തല്ലിക്ക് വന്നിട്ടോ. ഞാനും താത്തയും കൂടി പോത്തല്ലിക്ക് വന്നേ. ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതായത് ഒരു ജ്വല്ലറിൻ്റെ കേട്ടോ, സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആണ്. അപ്പോൾ താത്ത ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു കേട്ടോ, അങ്ങനെ ഒരു ഉദ്ഘാടനം ഉണ്ട്, നാളെ നമുക്ക് പോകണം, സമ്മാന കൂപ്പണൊക്കെ ഉണ്ട്, നമുക്ക് കുട്ടികളെ പേരൊക്കെ എഴുതിയിട്ട് ഇട്ട് നോക്കാം, അഥവാ നമുക്ക് പ്രൈസ് അടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ തന്നെ സെറ്റാക്കി എന്നോട് പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കാകെ കുറച്ച് കൂപ്പണാണ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നമ്മളെ കുട്ടികളെ പേര് കേട്ടോ, കുട്ടികളെ മാത്രം പേര് അയിനുട്ടീൻ്റെ, റിതമോളെ, അങ്ങനെ കുട്ടികളെ പേര് മാത്രം എഴുതി നമ്മൾ ഫില്ല് ചെയ്ത് ആ ബോക്സിലിട്ടു കേട്ടോ. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് ഒരു വാഷിംഗ് മെഷീനായിരുന്നു, സെക്കൻഡ് മിക്സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കിപ്പോൾ വലിയ ഓർമ്മ കിട്ടണില്ല. തേർഡ് പ്രൈസ് മറ്റേ ബിരിയാണി പോട്ടുണ്ട്, ഇതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ഇടയിൽ നമ്മൾ പോത്തല്ലൊരു ഫാൻസിയിലും കയറിയിട്ടോ. ഐനൂസിന് ഒപ്പനക്ക്, അംഗനവാടിയിലെ ഒപ്പനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോത്തല്ല് ഉദ്ഘാടനത്തിൻ്റെ അടിയിൽ നമ്മൾ കയറിയതാണ് ഫാൻസി. അപ്പോൾ അതിനുട്ടി ഒപ്പനയിൽ മണവാട്ടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചു കിട്ടും. അങ്ങനെ നമ്മൾ ഉദ്ഘാടനം കഴിയാൻ വേണ്ടി കാത്തു നിന്നില്ല കേട്ടോ. എനിക്ക് നിലമ്പൂർക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും താത്തയും കൂടി നിലമ്പൂർക്ക് പോയേ. ഓൾറെഡി ഞങ്ങളിവിടെ സമ്മാന കൂപ്പണൊക്കെ ഇവിടെ പൂരിപ്പിച്ച് കൊടുത്തിട്ടാണല്ലോ പോയത്. അപ്പോൾ നമ്മൾ നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ അവർ വിളിച്ചു കേട്ടോ, നമുക്കിങ്ങനെ പ്രൈസ് അടിച്ചിക്കണ്, ഐനൂസിനാണ് പ്രൈസ് അടിച്ചിക്കണത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അയിനുക്കുട്ടിക്ക്, എൻ്റെ ഭാഗ്യക്കുട്ടിക്കാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഓള് ഞങ്ങളൊരു ഭാഗ്യക്കുട്ടി തന്നെയാണ് കേട്ടോ. തേർഡ് പ്രൈസാണ്. മറ്റേ
ബിരിയാണി പോട്ടാണ് അടിച്ചത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് അത് വാങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ആ ടൈമിൽ നമ്മൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് അപ്പോഴാണ് കൊറിയർ വന്നത് കേട്ടോ. ഇത് ഞങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ഓർണമെന്റ്സിന്റെ ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ താത്തയാണ് അതൊക്കെ ഓപ്പൺ ആക്കി നോക്കണത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അയിനുകുട്ടിക്ക് അങ്കണവാടിയിൽ പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മണവാട്ടിയാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഓർണമെന്റ്സ് എടുക്കണം. അതിനു വേണ്ടി ഞാൻ ഓർഡർ ആക്കിയതായിരുന്നേ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് വൈകുന്നേരം ആട്ടോ അത് വന്നത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഫാൻസിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ മണവാട്ടി ആകുമ്പോൾ മൈലാഞ്ചിയൊക്കെ വേണമല്ലോ. അപ്പോൾ 1-2 മൈലാഞ്ചി, പിന്നെ വള, മേക്കപ്പിൻ്റെ ഐറ്റംസ്, പിന്നെ മോതിരങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് ബാക്കി ഓർണമെൻറ്റ്സും കൂടി വാങ്ങിയപ്പോൾ എല്ലാം റെഡി ആയിട്ടോ. ഇനിയൊന്നും വാങ്ങാനൊന്നുമില്ലേ, 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം റെൻറ്റിന് എടുക്കാനാട്ടോ വിചാരിച്ചു. അപ്പോൾ റെൻറ്റിന് എടുക്കുന്നിടത്ത് ഞങ്ങൾ പോയി അന്വേഷിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ കാണിച്ചു തന്ന ഡ്രസ്സൊക്കെ വലുതാണ്, എനിക്കൊക്കെ അപ്പോൾ അതൊക്കെ അയിനുകുട്ടിക്കൊക്കെ ഇട്ട് കൊടുത്താൽ ബോറായി നിൽക്കൂലെന്ന് വിചാരിച്ച് താത്ത എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡ്രസ്സ് തയ്ക്കാം മണവാട്ടിക്ക്. അപ്പോൾ അതിനുള്ള തുണിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളെടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ കൂടി നമ്മളിത് തിരിച്ച് കൊടുക്കുമല്ലോ, അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയപ്പോൾ ഇത് തിരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്കത് സ്വന്തമായിട്ട് എടുക്കാമല്ലോ, നമുക്ക് വീണ്ടും യൂസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് തയ്ച്ചും ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാട്ടോ ചെയ്തത്. അപ്പോൾ എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ ഇട്ട് നോക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് നോക്കീന്. ഇതുപോലത്തെ വലിയ കമ്മലൊക്കെ എനിക്ക് യൂസ് ആക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഫാൻസിലൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും. പക്ഷേ എനിക്ക് മുക്കുവണ്ടങ്ങളും ഇതുപോലെ ഫാൻസി ഐറ്റംസ് ഒന്നും എൻ്റെ സ്കിന്നിന് പറ്റില്ല കേട്ടോ, അലർജിയാണ്. അപ്പം ഞാനിത് കുറച്ച് നേരമൊക്കെ ഇട്ടു, ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കാണുമ്പോൾ നമുക്കിതൊക്കെ ഇട്ട് നോക്കാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ. പിന്നെ അധികം നേരം ഇട്ടാൽ പണി പാളെന്ന് വിചാരിച്ച് ഞാനൊക്കെ അയച്ചു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.